ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരിക്കാരുടെ മുഖത്ത് നോക്കി നന്ദു തൻ്റെ പ്രണയം തുറന്നു പറയാൻ കേട്ടോ, അനിയോട് തന്നെ പ്രണയം തുറന്നു പറയുന്ന ആ സീനാണ് ഇനി വിവാഹ നാളുകളിൽ വരാനിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ജലജ എന്ത് ചെയ്യുന്നു, എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്, നന്ദു അനിയുമായി എന്തോ ഉണ്ട്. അതാണ് നയനയും കനകവും ഒക്കെ നന്ദുവിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ താൻ അത് കണ്ടെത്തണം എന്നിങ്ങനെ ജലജ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ. ഇതേ സമയം അബിക്കാണെങ്കിലോ നവ്യയിൽ നിന്ന് ഒരുപാട് പണികൾ എടുക്കേണ്ടി വരികയാണ്. അപ്പോൾ തനിക്ക് യാതൊരു വിധത്തിലും ഒരു സമാധാനമില്ല. പിന്നെ അതുമാത്രമല്ല, ആ ഒരു നവ്യയുടെ പ്രശ്നത്തിൽ വന്ന ആ പയ്യനുണ്ടല്ലോ, അവനെ അവിടെ വരികയും വരുത്തുകയും അതിൻ്റെ ചൊല്ലി ആദർശിനും മുത്തശ്ശിനും നിന്നൊക്കെ ഒരുപാട് വഴക്കുകളൊക്കെ കേൾക്കേണ്ടി വരാനുണ്ട്. അപ്പോൾ അതിന് തൻ്റെ വിഷമം മറക്കാൻ തനിക്ക് ഏറ്റവും നല്ലത് മദ്യമാണെന്ന് മനസ്സിലാക്കാണ്. അപ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റിയോട് പറയണം, മദ്യമാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ നീ ഒരു ബോട്ടിൽ കൊണ്ടുപോവാ എന്ന് പറയട്ടെ, കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ അയാൾ ഈ അബിയുടെ കയ്യിൽ ഇത് കൊടുന്നു കൊടുത്തിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ ഒരു വശത്തോട്ട് ഒരു സൈഡിൽ നിന്ന് നവ്യയും ഒരു സൈഡിൽ നിന്നും ജലജയും വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ നവ്യ ചോദിക്കുകയാണ്, നവ്യയെ കാണുമ്പോൾ അബി എന്ത് ചെയ്യാണ്, ആ ബോട്ടിൽ പെട്ടെന്ന് ബാക്കിലോട്ട് വെക്കണം. അപ്പോഴേക്കും നവ്യ പറയാണ്, എന്താ അബി, നിനക്കെന്താ ഒരു ചുറ്റിക്കളി, ഇനി നീ കുടിക്കാനുള്ള തീരുമാനമാണോ, നിൻ്റെ വിഷമങ്ങൾ മറക്കാൻ നീ കുടിക്കല്ലേ ചെയ്യാറ്, അതുകൊണ്ട് ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നിനക്ക് 24 മണിക്കൂർ ഇതുപോലത്തെ പരിപാടികളാണല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ കഴുത്ത് ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെട്ട് നവ്യ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം നവ്യ ദേഷ്യപ്പെടുമ്പോഴും അബി ഇങ്ങനെ കണ്ണുകൊണ്ട് ഒന്നുമില്ല, ഞാനിവിടെ വെറുതെ നിൽക്കുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ജലജ വരികയാണ്. അപ്പോൾ ജലജ പറയാണ്, അവളുടെ നാക്ക് വല്ലാതെ നീണ്ടിരിക്കുന്നു, അവൾ നിന്നെ ചൊൽപ്പടിക്ക് നിർത്താൻ തുടങ്ങി, നീ അനന്തപുരിയുടെ പയ്യനാണ്, എന്നാൽ അവൾ വന്നിരിക്കുന്നത് എവിടുന്നാന്നുള്ള അവൾ മനസ്സിലാക്കണം, അതുകൊണ്ട് നീ ഇങ്ങനെ അവളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നതുകൊണ്ടാടാ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയുമ്പോഴും അപ്പം ഇങ്ങനെ തൻ്റെ ബോട്ടിൽ ബാക്കിലോട്ട് ഇങ്ങനെ പിടിക്കാൻ ശ്രമിക്കാനേട്ടാ. അപ്പോൾ ഉടൻ തന്നെ ജലജ, എന്താടാ നീ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ, അവൾ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും കാര്യമുണ്ടോ, നീ കുടിക്കാനുള്ള തീരുമാനമാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഉടൻ തന്നെ ഇല്ലമ്മ അമ്മ പോയിക്കോളൂ എന്നിങ്ങനെ പറയണേട്ടാ. അങ്ങനെ നീ മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് അബിയെ അങ്ങ് തട്ടി മാറ്റാണ് ജലജ. ആ സമയമാണ് അബിയുടെ ബാക്കിൽ നിന്ന് ആ ബോട്ടിൽ വീഴുന്നത് കേട്ടോ. അങ്ങനെ എന്താടാ ഇത് എന്ന് ചോദിക്കും. അത് പിന്നെ അമ്മ എൻ്റെ വിഷമം മറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് എന്നൊക്കെ ഇങ്ങനെ തപ്പി പിടിച്ച് അതിന് മദ്യമാണ് പരിഹാരം, ഇപ്പോൾ അവൾ പറഞ്ഞ് കളിയാക്കിയത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ തന്നെ പിന്നെ എനിക്ക് എൻ്റെ വിഷമം മറക്കേണ്ട, എല്ലാവർക്കും മുന്നിൽ എത്ര പ്രാവശ്യമാണ് ഞാനിങ്ങനെ ഒന്നും അല്ലാതാവുന്ന അവളുടെ ഭർത്താവല്ലേ ഞാൻ, എന്നിട്ടും അവൾ എന്നെ ഉറ്റിക്കൊടുത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ജലജയ്ക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയാണ് കേട്ടോ. അയ്യോ, ഞാനൊരു കാര്യം മറന്നു, അന്ന് കനകം എൻ്റെ അടുത്ത് വന്ന് കുടിച്ചതായി അഭിനയിച്ചിട്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്, അതുപോലെ ഇവിടെ എനിക്ക് നന്ദുവിൽ നിന്ന് അറിയാൻ ഏറ്റവും നല്ല മാർഗം ഇത് തന്നെ എന്നിങ്ങനെ ജലജ തീരുമാനിക്കുകയാണ് കേട്ടോ. അങ്ങനെ ജലജ എന്ത് ചെയ്യുന്നു, എങ്ങനെയെങ്കിലും ഇവളെ കൊണ്ട് കുടിപ്പിക്കണം, അതായത് നന്ദുവിനെ കൊണ്ട് ഈ ബോട്ടിൽ കുടിപ്പിക്കണം എന്നിങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഈ സമയമാണെങ്കിലോ നന്ദുവിൻ്റെ അടുത്തോട്ട് അനി വന്നിരിക്കുകയാണ്. അനാമികയാണെങ്കിലോ മേക്കപ്പിലും കാര്യങ്ങളിലായിരിക്കും. ഇതേ സമയം നന്ദു ആണെങ്കിലോ മുഹൂർത്തം അടുക്കും തോറും നന്ദുവിൻ്റെ ഉള്ളിൽ തൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ താൻ മനസ്സിൽ ഭർത്താവായി കൊണ്ട് നടന്ന അനിയെ തനിക്ക് നഷ്ടപ്പെടുന്നതിൽ സഹിക്കാൻ കഴിയാത്ത വേദനയുമായി നടക്കണം കേട്ടോ. അപ്പോൾ ആ സമയമാണ് നന്ദുവിൻ്റെ അടുത്തോട്ട് അനി വരുന്നത്. അനിയെ കാണുമ്പോൾ നന്ദുവിന് ഒരുപാട് ആശ്വാസമാവാണ് കേട്ടോ. പറയാൻ വാക്കുകളില്ല, അത്രയും മനസ്സിന് ഒരു സുഖം കിട്ടുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നന്ദു ഇങ്ങനെ അനിയെ ഇങ്ങനെ കണ്ണുവിട്ടാതെ ഇങ്ങനെ നോക്കുമ്പോഴോ, തനിക്ക് എന്താണ് പറ്റിയത്, താൻ ഇങ്ങനെയല്ലായിരുന്നല്ലോ, താൻ നല്ല ഉഷാറുള്ള പെൺകുട്ടിയായിരുന്നല്ലോ, എന്താണ് എൻ്റെ ബ്രോക്ക് പറ്റിയത് എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണേ. അപ്പോൾ പിറകിലാണെങ്കിലോ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഈ ജലജ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്, ഇവരുടെ സംസാരം ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ തൻ്റെ അമ്മ പറഞ്ഞ ആ വാക്കും പിന്നീട് അനാമികക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും അതിൽ ജാനകി പറഞ്ഞ ആ വാക്കും ഒക്കെ ഇങ്ങനെ നന്ദു ഇങ്ങനെ തൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ്. അപ്പോൾ താൻ കാരണം ഇനി ഈ വീട്ടിലൊരു പ്രശ്നം പാടില്ല, അതുകൊണ്ട് തന്നെ അനിയോടുള്ള സംസാരം നിർത്തണമെന്നല്ല. അപ്പോൾ അനിയോട് പറയണേ, എനിക്ക് തലവേദനിക്കുന്നത് കൊണ്ടാണ്, ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് നന്ദു പോവാണ് കേട്ടോ. അപ്പോഴും എൻ്റെ ബ്രോക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ അനി ചിന്തിക്കുമ്പോൾ തൻ്റെ മുന്നിലോട്ട് ജലജ കയറി വരണം. അങ്ങനെ ജലജ പറയണേ, നന്ദുവിന് നല്ല ക്ഷീണമുണ്ട്, നീ എന്ത് ചെയ്യേ, ഈ ജ്യൂസ് അവൾക്ക് കൊണ്ടു കൊടുക്കുക എന്ന് പറയണേ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്, വീണ്ടും നന്ദുവുമായി തനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണല്ലോ.
അങ്ങനെ അനി എന്ത് ചെയ്യുന്നു, ആ ജ്യൂസ് അങ്ങ് നന്ദുവിൻ്റെ അടുത്തോട്ട് ഓടിച്ചെന്നിട്ട് കൊണ്ടു കൊടുക്കണം. നന്ദു നീ ഇത് കുടിക്കാൻ, എനിക്ക് ക്ഷീണമുണ്ടെങ്കിൽ ഇത് കുടിച്ചോ എന്ന് പറയുമ്പോൾ ശരി ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കണം. അങ്ങനെ അനി അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. എന്നാൽ നന്ദു ആണെങ്കിലോ പെട്ടെന്ന് തനിക്ക് തൊണ്ട വിരളുന്നത് പോലെ തോന്നണം. അങ്ങനെ നന്ദു അത് എടുത്ത് കുടിക്കുകയാണ്. അങ്ങനെ അതൊരു മുറുക്ക് കുടിച്ചു നോക്കുമ്പോഴേക്കും അനി നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല, ഇത് വല്ലാത്തൊരു ജ്യൂസ് തന്നെ, എനിക്ക് വല്ലാത്തൊരു എനർജി ഇതിൽ നിന്നും കിട്ടുന്നു എന്ന് നന്ദു പറയണം. അങ്ങനെ വീണ്ടും വീണ്ടും ആ ബോട്ടിൽ കുടിക്കുകയാണ്. പിന്നീട് നന്ദുവിന് പരിസരം അങ്ങ് മറന്നു പോവാണ്. അങ്ങനെ നന്ദു മാനത്തോട്ട് നോക്കിയിട്ട് അനി ഐ ലവ് യു അനി എന്നിങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉറക്കെ വിളിച്ചിട്ട് നിന്നെ എനിക്ക് ഇഷ്ടമാടാ, ഞാൻ നിന്നോട് ഇഷ്ടം പറയാൻ നിൽക്കുമ്പോഴേക്കും അനാമിക അത് പറഞ്ഞു. പക്ഷേ അനാമിക പറഞ്ഞപ്പോഴാണ് നിൻ്റെ വില എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം ജലജ അവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇതേ സമയം കനകൻ തൻ്റെ മകളെ കാണാനില്ല. അങ്ങനെ കനകൻ തൻ്റെ മകളെ തിരക്കി ഓടി വരികയാണ്. അപ്പോൾ കാണുന്ന കാഴ്ച ഈ ഒരു മാനത്തോട്ട് നോക്കിയിട്ട് നന്ദു ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയുന്ന കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എടി നീ കുടിച്ചോടി, എവിടെ നിന്നാടി നിനക്ക് മദ്യം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് കനകൻ എന്ത് ചെയ്യും തൻ്റെ മകളെ ഒരു റൂമിലോട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് ജലജ കാണുകയാണ്. അപ്പോൾ ആ മദ്യം ഏറ്റിട്ടുണ്ട്, അതാണ് പരിസരമില്ലാതെ നന്ദു എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് കണക്കാക്കിയിട്ട് അവരുടെ പിറകെ ആരും അറിയാതെ ജലജ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ കനക എന്ത് ചെയ്യും, മറ്റുള്ളവർ കേൾക്കാൻ പാടില്ല, തൻ്റെ മക്കൾ കാരണം ഈ അനന്തപുരിയുടെ ആൺമക്കൾക്ക് ഇപ്പോൾ നല്ലൊരു വിവാഹബന്ധം കിട്ടിയില്ല എന്ന് പറയുന്ന ദേവയാനിയുടെ മുന്നിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല ജലജയ്ക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ തൻ്റെ മകളുടെ പ്രണയം പുറത്ത് ആരും അറിയാൻ പാടില്ല, ഇവള് ഫുള്ള് വിളിച്ച് പറയുന്നത് അതാണെന്ന് മനസ്സിലാക്കിയിട്ട് നന്ദുവിനെ ആ റൂമിൽ കൊണ്ടുപോയിടുകയാണ്. പിന്നീട് പുറത്ത് നിന്ന് ലോക്ക് ചെയ്ത് അങ്ങ് പോവുകയാണ്. അതോടുകൂടി ജലജ ഓടി വരികയാണ്. കനകം പോകുന്നത് കാണുമ്പോൾ ഓടി വരികയാണ്. അപ്പോൾ കനകം പോകുന്നത് കണ്ട ഉടനെ പൂട്ടിയത് കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ജലജ വാതിൽ തള്ളുമ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുന്നു. ഈശ്വര, ഇവരെന്തോ ഒരു രഹസ്യം മറച്ചു വെക്കുന്നത് കൊണ്ടാണല്ലോ ഇത് പൂട്ടിയിട്ടിരിക്കുന്നത്, ഇത് തുറക്കാൻ എന്താ വഴി എന്ന് പറയുമ്പോൾ ആ ഒരു വിവാഹ മണ്ഡപത്തിൻ്റെ ആ ഒരു മാനേജർ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പോകുന്നത് കണ്ടിട്ട് അപ്പോൾ അയാളോട് പറയാണ്, അതേ എൻ്റെ ഒരാൾ ഇതിൽ അകപ്പെട്ടു, പക്ഷേ എൻ്റെ അടുത്ത് ചാവി എങ്ങനെ മിസ്സായിപ്പോയി, ഇതിന് ചാവി ഒന്ന് തരുമോ, ഇതിൻ്റെ വേറൊരു ഡ്യൂപ്ലി ചാവി നിങ്ങളുടെ അടുത്ത് ഉണ്ടാവില്ലേ എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അയാൾ ഇത് പ്രശ്നമാവുന്നില്ലേ, ഇല്ല ആളകപ്പെട്ടത് കൊണ്ടാണ്, നിങ്ങളിത് തുറന്നു തരുമോ എന്ന് പറയുമ്പോൾ അതങ്ങ് തുറക്കുകയാണ് കേട്ടോ അയാൾ. അങ്ങനെ അയാൾ തുറന്ന ഉടൻ തന്നെ നന്ദുവിനെ ചെന്നിട്ട് ഇങ്ങനെ ജലജ വിളിക്കുകയാണ്. നന്ദുവിനെ നന്ദു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ നിങ്ങൾ എന്നെ നല്ലൊരു സ്വപ്നം കാണാനും സമ്മതിക്കില്ലേ, നീ എന്താ നന്ദു ഇങ്ങനെ സങ്കടപ്പെടുന്നത്, നിനക്കെന്താ അനിയുടെ വിവാഹത്തിൽ സങ്കടമുണ്ടോ എന്ന് ജലജ ചോദിക്കുകയാണ്. അപ്പോൾ ആരാണ് ആള് എന്ന് കുടിച്ചത് കൊണ്ട് തന്നെ നന്ദുവിനെ അറിയില്ല. അപ്പോൾ ഉടൻ തന്നെ ബ്രോ എന്ന് പറഞ്ഞ് 24 മണിക്കൂറും എൻ്റെ അനിയുടെ കൂടെ ഞാൻ നടക്കുമ്പോൾ എനിക്ക് എൻ്റെ അനിയുടെ വില മനസ്സിലായിരുന്നില്ല. എന്നാൽ അവളില്ലേ അനാമിക, അവൾ വന്ന് നന്ദുവിനെ ഇഷ്ടമാണെന്ന് നന്ദുവിൻ്റെ മുന്നിൽ വെച്ചിട്ട് അനിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് അനിയെ ഇഷ്ടമാണെന്നുള്ള സത്യം പുറത്ത് വന്നത്. എൻ്റെ അനിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്നിങ്ങനെ പറയാൻ കേട്ടോ. എന്നിട്ട് അപ്പോൾ ഉടൻ തന്നെ അപ്പോൾ നിനക്ക് അനിയെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്, എന്നിട്ട് നീ എന്താ അനിയോട് ഇത് തുറന്ന് പറയാത്തത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് അനിക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയണേ, ഇല്ല എൻ്റെ അനിക്കറിയില്ല, എൻ്റെ അനി ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിച്ചതാണ്, പക്ഷേ എൻ്റെ അനിക്കറിയില്ല, എൻ്റെ ചേച്ചിമാർക്ക് വേണ്ടി എൻ്റെ പ്രണയം ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ്, എൻ്റെ ചേച്ചിമാരാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത്, അപ്പോൾ എൻ്റെ അനിയെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ആ പെണ്ണില്ലേ അനാമിക, അവൾ കയറി വന്നതുകൊണ്ട് എൻ്റെ അനിയോട് എനിക്ക് പ്രണയം തുറന്ന് പറയാനും പറ്റിയില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നീട് ഈ ഒരു ഭാഗം മാത്രം വീഡിയോ ആക്കി എടുക്കില്ല കേട്ടോ, ആവശ്യപ്പെട്ട ആ ഭാഗം മാത്രം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ അനിയാണ്, എനിക്ക് എൻ്റെ അനിയോട് പ്രണയമാണ് എന്ന് നന്ദു ഉറക്കെ വിളിച്ച് പറയുന്ന ആ ഒരു ഭാഗം വീഡിയോ ആക്കി എടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം താലികെട്ടിൻ്റെ ആ ഒരു സമയമൊക്കെ ആയി തുടങ്ങുകയാണ്. അപ്പോഴേക്കും എന്ത് ചെയ്യും ജലജ, ജാനകിയുടെ കയ്യിൽ ഈ വീഡിയോ കൊണ്ടു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന ജാനകിക്ക് അങ്ങ് പ്രഷർ കയറുകയാണ്. ഈ താലി കെട്ടുന്ന ഈ മുഹൂർത്ത സമയത്ത് ജാനകി നയനയെ എല്ലാവർക്കും മുന്നിൽ ചെന്നിട്ട് വിളിക്കുകയാണ്, നയന എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താ ഇളമ എന്നെ ഇങ്ങനെ ചൂടായി സംസാരിക്കുന്നത്, നീ എന്നെ ഇളമയൊന്നും വിളിക്കണ്ട, ഇളയമ്മ അങ്ങനെ വിളിയിൽ എന്നെ എന്തൊരു എളിമയാണ്, എന്നാൽ ആ എളിമയൊന്നുമില്ല, ഒക്കെ കള്ളക്കൂട്ടങ്ങളാണ്. ഈ ഏട്ടത്തി പല പ്രാവശ്യങ്ങളും അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കള്ളക്കൂട്ടങ്ങളാണെന്ന്, പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളെ ഒപ്പം നിർത്തിയിട്ടുള്ളൂ. എന്താ ഇളമേ എന്നോട് ഇങ്ങനെ പറയുന്നത്, ഇളമേ ഞാൻ എന്താ ചെയ്തത് എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എന്താ ഇളമേ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്, ആദർശ് നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട, ഇത് ഞാൻ ഇവള് തമ്മിലുള്ള കാര്യം. അപ്പം ഞാൻ ചോദിക്കും, അവിടെ നവ്യ വന്ന് ചോദിക്കും, എന്തിനാണ് ഇളയമേ ഇങ്ങനെ മുഷിഞ്ഞ സംസാരിക്കുന്നത്, ഇവർ താലികെട്ട് മുഹൂർത്ത ചടങ്ങല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നിയത്, ഇനി മറച്ചു വെക്കുന്നതിൽ കാര്യമില്ല,
ഇവിടെ ജലജയും എൻ്റെ ഏട്ടത്തിയും ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പ്രതി നീയും നിങ്ങൾ രണ്ടുപേരും നിൻ്റെ അമ്മയുമാണെന്ന്, എപ്പോഴും ഈ വില കുറഞ്ഞ ബന്ധത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരിക്കുമെന്ന്, അവരുടെ തനി സ്വഭാവം കാണിക്കുമെന്ന്, അത് സത്യമാണ്. ഇപ്പോൾ ഞാൻ ശരിക്കും അത് നേരിൽ കണ്ടു എന്ന് പറയുമ്പോൾ നേരെ ചോദിക്കുകയാണ്, എന്താ ഇളയമ്മയോട് ഞാൻ ചെയ്തത്, ഇളയമ്മ എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ എന്ന് പറയാം കേട്ടോ. ഞാൻ തുറന്ന് പറയണോ എന്ന് ചോദിക്കുമ്പോഴാണ് കേട്ടോ അവിടുത്തെ ടിവിയിൽ ഈ നന്ദു പറയുന്ന ഈ ഒരു ഇത് ഇങ്ങനെ പബ്ലിക് ആവുന്ന കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസം നടന്നതായിരിക്കും. പക്ഷേ നന്ദു ആ കല്യാണ മണ്ഡപത്തിൽ വന്നിരിക്കുമ്പോഴാണ് ഇങ്ങനെ അനിയോട് ഇങ്ങനെ പറയുന്ന ഈ ഒരു രംഗം കാണുന്ന കേട്ടോ. അനി ആകെ ഞെട്ടിപ്പോവാണ്. അനി ആ നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ഇതേ സമയം ഈ സ്ക്രീനിൽ നന്ദു ഇങ്ങനെ പറയാണ്, എൻ്റെ ജീവന് തുല്യം എനിക്ക് ഇഷ്ടമാണ് അനിയെ, പക്ഷേ എനിക്ക് എൻ്റെ അനിയോട് പ്രണയം തുറന്ന് പറയാൻ കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ട് അതിന് മുന്നേ അനാമിക പറഞ്ഞതുകൊണ്ട് എൻ്റെ അനി അവളെ സ്വീകരിച്ചു. പക്ഷേ പിന്നെ എനിക്ക് പറയാൻ കഴിയാതെ പോയി. പല തവണകളായി എന്നോട് പറഞ്ഞതാണ് ഐ ലവ് യു അനി, ഐ ലവ് യു അനി എന്നിങ്ങനെ പല തവണകളായി ഇങ്ങനെ ചുംബിച്ചും കൊണ്ട് ഇങ്ങനെ ഫ്ലൈയിങ് കിസ് ആയിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോൾ അനിയുടെ കണ്ണ് നിറഞ്ഞു പോവാണ് കേട്ടോ. ഇതേ സമയം നയന അങ്ങ് പറയാണ്, ഇത് എവിടെ നിന്ന് കിട്ടിയത്, ആര് ഈ വീഡിയോ എടുത്ത്. അപ്പോഴേക്കും ജലജയ്ക്ക് പേടിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ആദർശം ചോദിക്കുകയാണ്, ഇത് ആരെടുത്തു ഈ വീഡിയോ, ആരെടുത്ത്, ഇത് ഇവിടെ അവതരിപ്പിക്കേണ്ട കാര്യം എന്താ ഇളയമ്മേ, ആരെടുത്തു എന്നല്ല. ദേവയാനി ഏട്ടത്തി പറയുന്നത് പോലെ ഇവരുടെയൊക്കെ മനസ്സിലിപ്പ് ഇതാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടി ഈ നിമിഷം ഞാനിത് ഓണാക്കിയതാണ്. അതുകൊണ്ട് ഇനി എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് ഏട്ടത്തി പറയുന്നത് പോലെ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അനിയുടെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം നയന പറയണേ, എന്തിനാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞങ്ങൾ ആരും വിവാഹം വേണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിട്ടില്ല, പിന്നെ എന്താ നല്ല രീതിയിൽ തന്നെ അനാമികയുടെ താലികെട്ട് നടക്കാൻ പോവല്ലേ അനിയുടെയും, പിന്നെ എന്താ അത് നടക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങളുടെയൊക്കെ സ്വഭാവം അങ്ങനെയല്ലേ, ഇവിടെ ഇപ്പോൾ അനാമികയെ കാണാതാവുക തന്നെ ഉണ്ടായി, അതിൻ്റെയൊക്കെ പിറകിൽ നീയാണോ കളിച്ചത് എന്നിപ്പോൾ എനിക്ക് സംശയം ദൃഢമായി. ഈ ഒരു വാക്കോട് കൂടി നീ നിൻ്റെ അനിയത്തിയായ ഗ്രൗഡിയായ നന്ദുവും കൂടിയാണ്. അപ്പോൾ നന്ദു പറയണേ, എന്താ ഇങ്ങനെ പറയുന്നത്, നീ മിണ്ടരുത് എന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും അവിടെ കനക സംസാരിക്കാൻ ഒഴുങ്ങുമ്പോഴേക്കും ജലജ പറയണേ, നിങ്ങളൊന്നും മിണ്ടണ്ട, കള്ളക്കൂട്ടങ്ങളാണ്, ഞാൻ പറഞ്ഞില്ലേ, പണക്കാരായ ആൺപിള്ളേരെ വളച്ചെടുക്കലാണ് ഈ കനകത്തിനും കനകത്തിൻ്റെ പെമ്മക്കൾക്കും പണി എന്നാൽ തെളിവല്ലേ ഈ കണ്ടത്. അപ്പോൾ നവ്യ പറയണേ, നിങ്ങൾക്കിതിൽ റോളില്ല, നിങ്ങൾ എന്തിനാണ് ഇതിൽ കയറി സംസാരിക്കുന്നത്, വാ അടക്ക്, നീ മിണ്ടാതിരിക്കട്ടെ, ഇനി പലതവണകളായി വിരൽ എൻ്റെ നേർക്ക് ചൂണ്ടരുത് എന്ന് നവ്യയോട് ജലജ പറയുമ്പോൾ, നിങ്ങൾ എന്നും ഇങ്ങനെയാണ് സംസാരിക്കാറ്, അതുകൊണ്ട് നിങ്ങൾക്ക് റോളില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളില്ല ഇടപെടേണ്ട, ഇത് നയനയും അതുപോലെ തന്നെ ഇളയമയും തമ്മിലുള്ളതാണ്, അത് അവർ തമ്മിൽ തീർക്കട്ടെ, നിങ്ങൾ മിണ്ടാതിരിക്കുക എന്ന് പറയാം കേട്ടോ. ഇതേ സമയം നയന അനിയോട് ചോദിക്കുകയാണ്, അനി നിനക്ക് നന്ദു ഇഷ്ടത്തിലാണ് എന്നുള്ള കാര്യം നിനക്കറിയായിരുന്നു, നിന്നെ നന്ദു സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള സത്യം നിനക്കറിയാമോ. അപ്പോൾ ഉടൻ തന്നെ അനി പറയാണ്, ഇല്ല എനിക്കറിയില്ല, പിന്നെ എന്താ ഇവിടെ പ്രശ്നം, നന്ദുവിൻ്റെ മനസ്സിൽ അനിയോടൊരു പ്രണയം തോന്നി എന്നുള്ളത് സത്യം തന്നെ എന്ന് പറയുമ്പോൾ നന്ദു പറയണേ, എൻ്റെ മനസ്സിൽ എപ്പോഴോ ഞാൻ അറിയാതെ അനിയോടൊരു ഇഷ്ടം തോന്നി, പക്ഷേ ആ ഇഷ്ടത്തെ ഞാൻ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ ഈ വലത് ഭാഗം ഇടത് ഭാഗം പോലും അറിയാതെ ഞാൻ കൊണ്ടു നടന്നതാണ് എന്ന് വെച്ച് നിങ്ങളുടെ മകന് എന്ത് ദോഷമാണ് ഞാൻ വരുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നയനയും അത് തന്നെ ആവർത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ആദർശം പറയണ, ഇളയമ്മേ ഈ വീഡിയോ എവിടുന്ന് കിട്ടി എന്ന് പറയുമ്പോൾ ജലജ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സീന് വരുന്നുണ്ട്.